അല്ലെങ്കിൽ നിന്നോട് എതിർക്കുന്ന ശത്രുവിനെ യഹോവ നിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്ന, ദൈവ കൽപ്പനയ്ക്കും ദൈവ സാന്നിധ്യത്തിനും കർത്താവിന്റെ മുമ്പിൽ സമർപ്പണത്തോടുകൂടി നീ മുട്ടുമടക്കി ദൈവസന്നിധി വന്നാൽ ഒരു കാര്യം ഉറപ്പാ, നിന്നോട് എതിർക്കാൻ വേണ്ടി ആരെഴുന്നേറ്റാലും അവരെ തോൽക്കുമാറാക്കുന്ന ഒരു സ്വർഗമുണ്ട്, ദൈവമുണ്ട്. ആ ദൈവം നിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. നീ വിജയിച്ചു തന്നെ നിൽക്കും, നീ ജയിച്ചവനായി തന്നെ നിൽക്കും. കാരണം നീ ജയിച്ചവന്റെ പുത്രനാ, നീ തോറ്റവന്റെ പുത്രനല്ല. ജയിച്ചവന്റെ രക്തത്താലാ നീ വീണ്ടെടുക്കപ്പെട്ടത്. കാൽവരിയിൽ തോറ്റത് പിശാചാ തോറ്റത്. കാൽവരിയിൽ എല്ലാവരും പറഞ്ഞു യേശു അല്ലെങ്കിൽ മരണം കൊണ്ട് അയ്യോ ഇവൻ ഹല്ലേലൂയ സ്തോത്രം മരിച്ചവനെ ഉയർപ്പിച്ചവരല്ലേ, ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞവനും നോക്കി നിന്നവനും എല്ലാം പറയാൻ പറ്റൂ. ഹല്ലേലൂയ സ്തോത്രം ഇവൻ ഹല്ലേലൂയ മരിച്ചവനെ എല്ലാം ഉയർപ്പിച്ചല്ലോ, രോഗികളെ സൗഖ്യമാക്കല്ലോ, ഇവരെന്നാ ഈ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റും. ഹല്ലേലൂയ സ്തോത്രം നീ കാണാത്ത ഒരു സംഭവം അവിടെ നടന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ ആ ആണിപ്പഴുതുള്ള കരത്തിന്റെ അടിയിൽ പിശാചിന്റെ തല തകർന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ പിശാച് അവിടെ മരണം മരിക്കുമ്പോൾ, പിശാചിന്റെ തല ചെതറുമ്പോൾ ഹല്ലേലൂയ മരിച്ചവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. ജീവിക്കുന്നവന്റെ മക്കളാ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാ. അല്ലെങ്കിൽ നിന്നോട് എതിർക്കുന്നവനെ അല്ലെങ്കിൽ നിന്റെ മുമ്പിൽ നിന്നും തോക്കുമാറാക്കുന്ന ഒരു ദൈവമുണ്ട്. അടുത്ത വായിച്ച മക്കളെ, അവരെ ഒരു വഴിയായിട്ട് വരും. 7 വഴിയായിട്ട് ഹല്ലേലൂയ 7 വഴിയായിട്ട് ഓടിപ്പോവും. 7 വഴിയായിട്ട് ഒരു വഴിയായിട്ടായിരിക്കും വരുന്നത്. 7 വഴിയായിട്ട് ഓടിപ്പോവും. ഒറ്റ കാര്യം മതി, ഈ ദൈവത്തിന് മുഖ്യത്വം കൊടുത്താൽ മതി, ഈ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി, ഈ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചാൽ മതി. ഇനിയുള്ള കാലം കർത്താവ് നിന്റെ നാമ മഹത്വത്തിന് വേണ്ടി ഞാൻ ജീവിക്കുന്നു എന്നുള്ളൊരു സമർപ്പണത്തോടു കൂടി ഈ ജീവനെ ഒന്ന് തെരഞ്ഞെടുത്താൽ, ഈ യേശുവിനെ ഒന്ന് തെരഞ്ഞെടുത്താൽ, ഈ യേശുവിന്റെ മുമ്പിൽ നമ്മളൊന്ന് സമർപ്പിക്കപ്പെട്ട ഒരു ക്രിസ്തീയ ജീവൻ നയിച്ചാൽ സ്വർഗം നിന്റെ സ്ഥിതിയെ മാറ്റാൻ പോവുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോൾ വയൽ അനുഗ്രഹിക്കപ്പെടും, ഗർഭഫലം അനുഗ്രഹിക്കപ്പെടും, അല്ലെങ്കിൽ മാവിന്റെ തൊട്ടി അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ സ്തോത്രം. നീ കളപ്പുരയിലും, അത് കഴിഞ്ഞിട്ടൊരു വാക്യമുണ്ട്, അതാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഒന്ന് വായിച്ചേട്ടെ മക്കളെ. അവിടെ നിൽക്കട്ടെ മക്കളെ. അതാണ് നീ തൊടുന്ന എല്ലാത്തിനും. പലപ്പോഴും നമ്മൾ പറയുന്നില്ല, പക്ഷെ ഞാൻ അവിടെ ആ വിഷയത്തിന് പോയി, ആ ഒരു പരിപാടി തുടങ്ങി, അത് ശുഭമാകുന്നില്ല, ഇതൊന്നും ശരിയാകുന്നില്ല, അത് ശരിയാകുന്നില്ല. ഇത് ശരിയാകുന്നതിന്റെ കാര്യം ഒറ്റ കാര്യമുള്ളൂ. ദൈവകൽപ്പന അനുസരിച്ച് ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന് വേണ്ടി ആരാധിച്ച് നീ ദൈവത്തിന് വേണ്ടി നിന്നോ, നീ തൊടുന്നത് ശരിയാവാൻ പോവോ. നീ തൊടുന്നത് ഞാനല്ല പറഞ്ഞത്, വചനമാ പറഞ്ഞത് അല്ലേ? വചനത്തിൽ പറഞ്ഞു. നീ ചുമ്മാ ഉടായ്പം കാണിച്ച് അല്ലെ, ഇപ്പോഴത്തെ ഭാഷ ഉടായ്പ് അല്ലെ, നീ ഉടായ്പം കാണിച്ച് ദൈവത്തെയും കളിപ്പിച്ച് മനുഷ്യനെയും കളിപ്പിച്ച് അപ്പനെയും അമ്മയും കളിപ്പിച്ച് സ്വന്തം സഹോദരനെ കളിപ്പിച്ച്, നേരത്തെ കർത്താവിന്റെ ദാസനിൽ കൂടെ കേട്ടല്ലോ, സ്വന്തം സഹോദരനെയും കളിപ്പിച്ച് ഹല്ലേലൂയ സ്തോത്രം. എന്നിട്ട് ഇത് പണ്ടേ ഉള്ള പരിപാടിയാ. യാക്കോബ് സ്വന്തം സഹോദരനെ കളിപ്പിച്ചില്ലായിരുന്നു അല്ലേ? കളിപ്പിച്ച് ഹല്ലേലൂയ സ്തോത്രം. പക്ഷെ എപ്പോഴാണോ ദൈവസന്നിധി തിരിച്ചു വന്നത്, എപ്പോഴാണോ ദൈവത്തോടു കൂടി അടുത്തത്, ദൈവമായിട്ടൊരു സന്ദർശനം നടത്തിയത്, അപ്പോ ഒരു തീരുമാനമെടുത്തു, ഞാൻ പോയിട്ട് തിരിച്ചു വരുന്നിടത്ത് നീ എന്നെ അനുഗ്രഹിച്ചാൽ ഇവിടെ നിനക്കൊരു ആലയം പണിത് ഞാൻ നിന്നെ സേവിച്ചോളാം എന്നൊരു തീരുമാനമെടുത്തപ്പോൾ അവന് സ്ഥിതികളെ മാറ്റി. ഹല്ലേലൂയ സ്തോത്രം അല്ലേ? ഒറ്റ വഴിയും കൂടെ അങ്ങോട്ട് പോയത്. തിരിച്ചു വന്നപ്പോ ഇരു കുടുംബമായിട്ട് വരുവാനൊക്കെ വേണം, നിറവോടെ വരുവാനൊക്കെ വേണ്ടിയിരുന്നു. ഹല്ലേലൂയ. ഒറ്റ കാര്യമേ ഉള്ളൂ, നീ ദൈവത്തെ സ്നേഹിച്ച് സേവിച്ച് ഹല്ലേലൂയ ദൈവത്തോട് ചേർന്ന് നിന്നാൽ ഒരു കാര്യം ഉറപ്പാ, നീ തൊടുന്ന എല്ലാത്തിലും പറ മക്കളെ, നീ തൊടുന്നതെല്ലാം അനുഗ്രഹിക്കപ്പെടും. നീ തൊടുന്നെന്ന് പറയാം. നമ്മൾ തൊടുന്ന എങ്ങനെയൊക്കെ തൊടും പറഞ്ഞ് മോണ തൊടുന്ന എങ്ങനെ? കൈ കൊണ്ട് മാത്രം തൊടാൻ പറ്റത്തുള്ളൂ. കാലുകൊണ്ട് തൊടാൻ പറ്റത്തില്ല. കാലുകൊണ്ട് തൊടാൻ പറ്റുമോ? കൈ കൊണ്ട് തൊടാം, കാലുകൊണ്ട് തൊടാൻ പറ്റത്തില്ല. പിന്നെ തൊടാൻ പറ്റും. ആന കാല് വെക്കുന്നത് എന്തിനാണെന്നറിയാം? ആന നടന്നു വരുമ്പോ ഒരു കാല് ഇങ്ങനൊന്ന് നോക്കും. കാരണം ഇതിന്റെ ശരീരഭാഗം, ശരീരത്തിന്റെ വെയിറ്റ് താങ്ങുന്ന മണ്ണാണോ എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമേ അടുത്ത കാലെടുത്ത് അത് വെക്കത്തുള്ളൂ. അത് ആദ്യം തൊട്ട് നോക്കുന്നത് തുമ്പിക്ക് വേണ്ടി മാന്തിയല്ല നോക്കുന്നത്, അതിന്റെ കാല് വെച്ചാ നോക്കുന്നത്. അല്ലെങ്കിൽ ബുദ്ധിയുള്ള ദൈവവിശ്വാസിയോട് ഞാൻ പറയുകയാണ്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പറയുക, ദൈവമക്കളെ, നമ്മൾ കാലുകൊണ്ട് തൊടും, പക്ഷെ തൊടുന്നിടം ഉറപ്പാണെന്ന് നോക്കണം. നീ ക്രിസ്തു ആവുന്ന പാറയിൽ നിന്നുകൊണ്ടാണ് നിന്റെ പ്രവർത്തനങ്ങൾ. ഒരു കാര്യം ഉറപ്പാ, നിന്റെ 3 കാലും പിന്നി നിൽക്കത്തില്ല. അത് 3 മുന്നോട്ട് വെക്കുവാനൊക്കെ വേണം, ബാക്കിയുള്ള 3 മുന്നോട്ട് വെക്കുവാനൊക്കെ വേണം. സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി വഴിയൊരുക്കും. നീ തൊടുന്നതെല്ലാം അനുഗ്രഹിക്കപ്പെടുവാനൊക്കെ ഇടയായിത്തീരും. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഒരു വായിച്ചാട്ടെ. തൊടുന്നതെല്ലാം അനുഗ്രഹിക്കപ്പെടും.
ദേശത്ത് അപ്പൊ ദേശത്ത് അനുഗ്രഹിക്കപ്പെടും. ദേശത്ത് അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. അടുത്തത് ആ ആ ആ ആ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു കാര്യം അവിടെ പറയുന്നുണ്ട്. അച്ഛാ, പലിശയ്ക്ക് കൊടുക്കുമെന്നല്ല, ജാതികൾക്ക് നീ വായ്പ കൊടുക്കുമെന്ന്. ജാതികൾക്ക് നീ എന്ത് ചെയ്യും? വായ്പ. അപ്പൊ നിനക്ക് കൊണ്ടല്ലേ വായ്പ കൊടുക്കാൻ പറ്റത്തുള്ളൂ, അല്ലേ മക്കളെ? മിച്ചം ഉണ്ടായാലല്ലേ വായ്പ കൊടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഉപജീവനത്തിന് മാത്രം. ശരിയാണോ വെച്ചാ? നമുക്ക് ഇന്ന് കഞ്ഞി കുടിക്കാനുള്ള വകയുള്ളെങ്കിൽ നമ്മളെടുത്ത് കൊടുക്കുവോ? നാളത്തേത് കൂടെ നമ്മൾ ഓർക്കും. നാളെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കാനുണ്ടല്ലോ എന്ന് ഓർത്ത് നമ്മളെന്നെ അതും കൊടുക്കത്തില്ല, നമ്മൾ വെച്ചേക്കും. പക്ഷെ നമുക്ക് അതിലും അധികം ഉണ്ടെങ്കിലോ? നമുക്ക് 4 മക്കളുള്ള 4 മക്കളെയും പോഷിപ്പിക്കാനും അതിലും എല്ലാം കഴിഞ്ഞിട്ട് അവരുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ ചെലവിലും എല്ലാ കാര്യങ്ങളെക്കാളും കൂടുതൽ അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യും? നീ വായ്പ കൊടുക്കുന്നവനായി മാറും. കരങ്ങളെ ശ്രദ്ധിച്ചാട്ടെ. ഈ വായ്പ കൊടുക്കുന്നവനായി നമ്മൾ അങ്ങനെ മാറണം, അങ്ങനെ മാറണം. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഞാൻ അങ്ങനെ അനുഭവം എന്റെ ജീവിതത്തിൽ സാക്ഷ്യം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ പറയുന്നേ. ഹല്ലേലൂയ. ആ ഒരു അനുഭവം എന്റെ ജീവിതത്തിലുണ്ട്. ഒരു സാഹചര്യത്തിൽ ഞാൻ ഈ ബൈബിൾ എടുത്തോണ്ട് ഇവിടുന്ന് കോട്ടയത്തിറങ്ങി പോയി കഴിഞ്ഞപ്പം ഷാജാനൊക്കെ അറിയാം. കുറെ നാൾ എന്നെ കാണത്തേ ഇല്ലായിരുന്നു. ഞാൻ അവിടെ ഒരു ഉപദേശത്തിന്റെ കൂട്ടത്തിൽ നടന്ന് കാലപ്രസംഗവും നടത്തി, കൺവെൻഷനുകളും നടത്തി, സ്റ്റേജിൽ അന്തി ഉറങ്ങി, പള്ളിയിൽ ഒരു കയറുവായൽ, ഒരു ചെറിയ കയറുകെട്ടില് ചുരുണ്ട് കിടന്ന് എത്രയോ വർഷം ആ പാസ്റ്ററിന്റെ കൂട്ടത്തിൽ നിന്നു. സാക്ഷിയെ അറിയിച്ചാൽ ഹല്ലേലൂയ സ്തോത്രം അവിടെ നിന്നു. അപ്പോഴെല്ലാം പലരും ഓർത്തു, എന്റെ വീട്ടിലുള്ളവരും എന്നെ ഓർത്തു, ഹല്ലേലൂയ സ്തോത്രം, ഈ മനുഷ്യന് എന്നായി തീരും, ഭാവി എന്നായി തീരുമെന്ന്. പക്ഷെ ദൈവം അതെല്ലാം മാറ്റി, സ്ഥിതിഗതികളെല്ലാം മാറ്റി. നിന്നോട് ഇപ്പോഴും ചോദിച്ചു നോക്കി, ഈ കഴിഞ്ഞ ആഴ്ചയും ഞാൻ കൊടുത്തില്ലേ, വായ്പ കൊടുത്തില്ലേ? എന്റെ ഏറ്റവും വലിയ തെളിവ് പൊക്കുന്ന ആള് എന്റെ ഭാര്യയാണ്. ഇവളുടെ ഒന്നും എന്റെ ഫോണില് എന്റെ ഭാര്യ വന്ന് വാട്സപ്പിലെ മെസ്സേജ് നോക്കാറില്ല. കാരണം എനിക്ക് ആരും ആയി പറയാറില്ല. അപ്പച്ച എന്നോട് വിശേഷം എന്നോട് ചോദിക്കാറില്ല, പാസ്റ്റർ എന്നോട്. അപ്പൊ എനിക്ക് വാട്സപ്പിൽ സീരിയസ്, എന്റെ ലോക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഇന്നൊക്കെ ഏലപ്പാറ ചെന്നിട്ട് ഉഴുന്നോട മേടിക്കാൻ വേണ്ടി പോയി ജീപേ എടുക്കാൻ പോയത് എന്റെ ചെറുക്കനാ. അവൻ ജീപ്പയുടെ ലോക്ക് വരെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുക. ഇനി അതൊന്നും മാറ്റണം, അത് വിരള് വല്ല ആക്കണം. അപ്പൊ ഇവമ്മ എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പൊ ലിനിയാണ് എന്റെ ഭാര്യ വന്ന് നോക്കുന്നത് എന്തോന്നറിയാ വെച്ചാൽ, ആദ്യം നോക്കുന്നത് ഈ ഗൂഗിൾ പേയുടെ എടുത്ത് നോക്കും, ഈ പൈസ എങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടെന്ന്. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഒത്തിരി പേരെ സഹായിച്ചു. ചിലർക്കൊക്കെ അയച്ചു കൊടുക്കും, ഇതന്നെ ഇത്ര അയച്ചു കൊടുത്ത്. അതേന്നെ, അവനാവതില്ലാത്തവനാ. അവൻ കരഞ്ഞോണ്ടാ ചോദിക്കുന്നേ. അവൻ ഒരു നേരത്തെ മരുന്നിന് വകയില്ലെന്നേ. അവന് ഹല്ലേലൂയ സ്തോത്രം ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലെന്നേ. പക്ഷേ ഇങ്ങനത്തെ അവസ്ഥയാ, എങ്ങനെ കേട്ടോണ്ടിരിക്കാൻ പറ്റും? പിന്നെ ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പൊ ഉള്ളത് അയച്ചു കൊടുക്കും. ഹല്ലേലൂയ സ്തോത്രം. നിന്റെ അക്കൗണ്ട് ശൂന്യമാവും, നിനക്കൊരു ജോലി ഉണ്ടാകത്തില്ല, നിനക്കൊരു ഭാവി ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇന്ന് ഈ പുസ്തകം എടുത്തോണ്ട് ഇങ്ങനെ നിന്ന് ദൈവസന്നിധിയിലേക്ക് ഉറക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ ഉറപ്പാകട്ടോ ദൈവമക്കളെ, നീ കയറുകെട്ടിൽ കിടന്നോ പ്ലാസ്റ്റിക് ഇവിടെ കിടന്നോ, ഇതൊക്കെ കണ്ടൊരു സ്വർഗമുണ്ട്. ഇന്ന് നിന്നെ അനുഗ്രഹിച്ച് ദൈവം നിന്നെ മാനിച്ച് ദൈവം നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ദൈവം മാനിക്കച്ച ദൈവം നമുക്ക് തരും. ഞാൻ പറഞ്ഞില്ല, ഞാൻ ആലയത്തില് ഒരു കയറുകെട്ടില് ഞായറാഴ്ച വരുമ്പോ ആരാധന ഞാൻ ഓടും ഈ കയറുകെട്ടിലെടുത്ത് സൈഡിൽ കൊണ്ട് വെക്കാൻ വേണ്ടിയിട്ട്. അതിന് ഇഴയൊന്നുമില്ല. പക്ഷെ ഇന്ന് അച്ഛാ നോക്കി, ഇവിടെ പുൽപിറ്റിന്റെ അപ്പുറത്ത് നമ്മൾ 2 ദേവാസന്മാർക്ക് 2 മാളിക മുറി ഒരുക്കി വെച്ചിരിക്കുക കേട്ടോ. അവിടെ ഒരു കട്ടിലുണ്ട്, ടേബിളുണ്ട്, അതുപോലെ തന്നെ അപ്പുറത്തുമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അന്ന് എനിക്കൊരു കയറുകെട്ടിൽ ഒളിപ്പിക്കണമായിരുന്നു. പക്ഷെ ഇതിന്റെ സൈഡിൽ എല്ലാം കട്ടിലുണ്ട്. എത്ര ദൈവമക്കൾ വന്നാലും കിടക്കാം. അതുകൊണ്ടാണ് ഞാൻ ഉറക്കം നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ആരാധനയ്ക്ക് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് വിശ്രമിച്ച് സന്തോഷമായിട്ട് പോകാം. ഉള്ള ആഹാരം ഒരുമിച്ച് ആഹാരമൊക്കെ വെച്ച് സന്തോഷമായിട്ട് കഴിച്ച് നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ പോകാം. ദൈവം ഒരു സാഹചര്യം തന്നു. നീ വായ്പ കൊടുക്കുമെന്ന് പറഞ്ഞാൽ, കൽപ്പന അനുസരിക്കുന്ന നീ വായ്പ കൊടുക്കുമെന്ന് പറഞ്ഞാൽ, കൽപ്പന അനുസരിക്കുന്ന നീ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ, ഇത് ഞാനല്ല പറഞ്ഞ, സ്വർഗമാ പറഞ്ഞത്. അത് നിന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിരിക്കും. നീ തൊടുന്നതൊക്കെ തെരഞ്ഞെടുക്കണം നിന്റെ ഇഷ്ടം. മരണമാണോ വേണ്ടത്? ശാപമാണോ വേണ്ടത്? അനുഗ്രഹമാണോ നിനക്ക് വേണ്ടത്? ജീവനാണോ വേണ്ടത്? ഗുണമാണോ വേണ്ടത്? ഹല്ലേലൂയ. നിങ്ങളെല്ലാം ശ്രദ്ധിച്ചാട്ടെ. ജീവനാണോ വേണ്ടത്? ഗുണമാണോ വേണ്ടത്? ഇന്ന് വരെ നീ നിന്ന സ്ഥാനത്ത് നിനക്ക് ശാപവും ഹല്ലേലൂയ നഷ്ടതയും കഷ്ടതയായിരുന്നുണ്ടെങ്കിൽ നീ ഒന്ന് മാറ്റി വെച്ചിട്ട് ഈ ജീവനായവനെ, ഈ ഗുണമായവനെ ഒന്ന് തെരഞ്ഞെടുത്ത്, കർത്താവിന്റെ വചനത്തിൽ പറയുന്നുണ്ട് അല്ലേ, അവനെ ഒന്ന് രുചിച്ചു നോക്കുക. യഹോവയെ ഒന്ന് രുചിച്ചു നോക്കുക. അവനെ നീ ഒന്ന് രുചിച്ചു നോക്കി.
അവനെ ഒന്ന് ആരാധിച്ച് നോക്കി. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അല്ല പോണ ഒരു 6 മാസം നീ ഒരു ഞായറാഴ്ച പോലും ആരാധന മുടക്കാതെ, ഒരു ഞായറാഴ്ച പോലും ആരാധന മുടക്കരുത്. ആരാധന മുടക്കാതെ പള്ളി വന്ന് ആരാധിച്ച് നോക്ക്. നിന്റെ സ്ഥിതി 6-ാം മാസം മാറിയില്ലേ, നീ പറയുന്നത് ഞാൻ ചെയ്യും. തുറന്നു പറയുക. ആരാധനയ്ക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന നിന്നെ, ദൈവവചനത്തിന് പ്രാമുഖ്യം കൊടുക്കുന്ന നിന്നെ, കൽപ്പനയ്ക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന നിന്നെ ഒരുത്തന്റെ മുമ്പിൽ തലകുനിയാൻ ദൈവം ഇടവരുത്തില്ല. നിനക്കെതിരെ ഇനി എത്ര ശത്രു വന്നാലും, നേരത്തെ വചനം പറഞ്ഞതുപോലെ അവൻ ഒരു വഴിയായി വരും, 7 വഴിയായിട്ട് ഓടിപ്പോകും. ഇത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ആ വാഗ്ദത്തത്തിലേക്ക് നമുക്ക് ദൈവസന്നിധി കണ്ണുകൾ അടയ്ക്കാം. എല്ലാവരും ദൈവസന്നിധിയിൽ കണ്ണുകൾ അടച്ചട്ടെ. അതിനു മുമ്പായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രിയ ആലടിയ സ്തോത്രം ഷായിച്ചാനെ കടന്നു വന്നിട്ടുണ്ട്. ഷായിച്ചാനെ അവർ ദൈവത്തെ സ്തുതിക്കുന്നു. 1 മിനിറ്റ് മുമ്പോട്ട് കടന്നു വന്നാട്ടെ. അത്